ഉടമ്പടി എടുക്കുമ്പോൾ ബൈ പേഴ്സൺ വന്ന് നമ്മളെ സ്പർശിക്കുകയും ചെയ്യും. മക്കളെ, ഇത്രയും അനുഗ്രഹത്തിൻ്റെ വലിയ കാലത്ത് നിങ്ങൾ വിശുദ്ധരായില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് എനിക്കൊരു സങ്കടം പോലെ പറയാനുള്ളത്. ഇത്രയും ഞാനും അച്ഛനായിട്ട് 32 കൊല്ലമായി. എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെടുന്ന മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ 89 തുടങ്ങി കൗൺസിലിംഗ് ആണ്. ഇപ്പോൾ തുടങ്ങിയായിരുന്നു ഇല്ല. ഇത് രജിസ്ട്രേഷൻ തന്നെ 92-ലാണ് ഇത് സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അക്കാലങ്ങളിലെല്ലാം കേരളം മുഴുവൻ ധ്യാനിപ്പിച്ച ആളാണ്. ഇടവക വികാരി ആയതുകൊണ്ട് പുറത്തധികം പോകാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ 107 ജവമാല ജീവിത ദർശന ധ്യാനങ്ങൾ 107 കണ്ണൂർ മുതൽ കുഞ്ഞുമംഗലം മുതൽ ഇവിടെ വിഴിഞ്ഞം വരെ നടത്തി, ഇടുക്കി വെള്ളിയാങ്കുടി വരെ നടത്തിയിട്ടുണ്ട്. 107 ഇടവകയിൽ നടത്തിയിട്ടുണ്ട്. ഉള്ള സമയത്താണ് ഇതൊക്കെ നടത്തിയിരിക്കണത്. ഉള്ള സമയത്ത് വികാരിയച്ഛനാണ്, ഉള്ള സമയത്ത് നടത്തും. കുറേ വഴക്ക് അതിൻ്റെ പിന്നിൽ കേൾക്കുകയും ചെയ്യും. കുറേ സങ്കടം, ഇടവക്കാരും വഴക്കിടും. ചിലപ്പോൾ രൂപതയിൽ നിന്നൊക്കെ ചെറിയ ചെക്കുപിടുത്തമൊക്കെ വരും. പക്ഷെ നമുക്ക് ആരോടും അവരുടെ അവകാശങ്ങളും എൻ്റെ ഉത്തരവാദിത്വമാണ് ഇടവകയിലായിരിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ദൈവത്തിനെ ഒപ്പിക്കണം, നാട്ടുകാരെ ഒപ്പിക്കണം, സഭേനെ ഒപ്പിക്കണം. എങ്കിലും കുറേ ടെൻഷനും അടിക്കും, അങ്ങനെ കുറേ രോഗം പിടിക്കും. അപ്പം എങ്കിലും നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമെല്ലാം കാണും മക്കളെ. അതാണ് സത്യം. നമ്മൾ ആർക്ക് വേണ്ടിയും ത്യാഗം അനുഭവിക്കണ പോലെ അല്ല ദൈവത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കണത്. Why can't you suffer injustice? നിനക്ക് എന്തുകൊണ്ടാണ് അനീതി സഹിക്കാൻ പാടില്ലാത്തതെന്ന് മനുഷ്യനോട് ചോദിക്കേണ്ട ഒരേ ഒരു പുസ്തകമാണിത്. Why can't you suffer injustice? എന്തുകൊണ്ട് നിങ്ങൾക്ക് അനീതി സഹിക്കാൻ പാടില്ലെന്ന്. ചിലർ വെള്ളപിടിക്കാരെ ഭർത്താക്കന്മാർ വന്നിട്ട്, അച്ഛാ എൻ്റെ മകൾ അയാൾ കൊലപിടിക്കണം അച്ഛാ. ഞാൻ പറഞ്ഞു, അവൾ നിങ്ങളോട് പരാതി പറഞ്ഞാ? അവളൊന്നും പറഞ്ഞില്ല, അവളെല്ലാം സഹിക്കണം. ഞാൻ പറഞ്ഞു, ദാറ്റ്സ് ഓക്കെ. അപ്പോൾ അവളോട് പറ, കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കാൻ പറയാൻ പറഞ്ഞു. പിന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ല എന്ന് ആൾക്കാർ ചിലർ പറയും. കാര്യം കർത്താവിൻ്റെ സഹിക്കണമെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കണം. യേശുക്രിസ്തു കൊണ്ട് സഹിച്ചവരെ കർത്താവിൻ്റെ കൂടെ നേടുവന്നല്ലേ, ചുമ്മാ അല്ലല്ലേ വെയിൽ കൊള്ളണത്. നമ്മൾ പാറ്റാപ്പിഴുക്കൊന്നും അല്ലല്ലോ, എള്ള ഉളങ്ങണത് തന്നെയാണ്. കർത്താവിൻ്റെ വിശ്വാസി എന്ന് പറഞ്ഞാൽ എള്ളാണ്. അവന് എണ്ണ കിട്ടാൻ തന്നെയാണ് ഉണങ്ങണത്, കൃപ കിട്ടാൻ വേണ്ടിയാണ് ഉണങ്ങണത്. കർത്താവിൻ്റെ നാമത്തിൽ കൈ അടിച്ച് കർത്താവ് അപ്പോഴേ ഉടമ്പടി ബൈ പേഴ്സൺ. നിൻ്റെ ഭർത്താവ് മദ്യപാനി ആയാലും നിൻ്റെ അയൽവാസി ഇപ്പം മതിൽ കെട്ടിപ്പൊക്കിയെന്ന് പറഞ്ഞില്ലേ, 13 അടിയുള്ള മതിൽ കെട്ടിപ്പൊക്കിയെന്ന് ആ ഇടുക്കിക്കാരത്തിൽ സാക്ഷ്യം പറഞ്ഞില്ലേ. അവർക്ക് അവരെ പൊറുതിമുട്ടിച്ചിരിക്കുകയാണ്. അറിയാമോ നിങ്ങൾക്ക്? ആ സാക്ഷ്യം കേട്ടവർക്ക് മനസ്സിലാവും. അയൽവാസികൾ അവരെ പൊറുതിമുട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരെ കൊണ്ടു നടന്ന് വേട്ടയാടുകയാണ്. ഇത് വെള്ളരിക്കപ്പെടണമെന്നില്ല. നീ അമ്മയുടെ പേരിലാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. അമ്മക്കറിയാം നിന്നെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ളത്. ആ സ്ഥലം മൊത്തം നിലവിലൊക്കെ വിറ്റുപോയിട്ട് അവരെ അത് വിൽക്കാത്ത സ്ഥലമാണ്. വിൽക്കാത്ത സ്ഥലവും ജീവിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ജീവിക്കാത്ത സ്ഥലത്ത്, ജീവിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നെ എങ്ങനെ നയിക്കണമെന്ന് അമ്മയ്ക്കറിയാം. അപ്പോൾ ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഇത്രയും കാര്യം ഉറപ്പായ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യണം. എന്നാ ചെയ്യേണ്ടത്? ദൈവം ചില ആൾക്കാരുടെ കൂടെ വരത്തേയില്ല. ഉടമ്പടി ചെയ്താലും ചില ആൾക്കാരുടെ കൂടെ വരത്തില്ല. അതറിയണം നമ്മൾ. എന്നാൽ മാത്രമേ എങ്ങനെ വരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ദൈവം ചില ആൾക്കാരുടെ കൂടെ വരത്തില്ല. നിങ്ങൾ ഉടമ്പടി ചെയ്താലും വരത്തില്ല. എന്തിനങ്ങനെ പറയണം? നിങ്ങളെ നിരാശപ്പെടുത്താൻ പറഞ്ഞില്ല. എന്തിനാണ്? പിന്നെ എന്ത് വകുപ്പിൽ ദൈവത്തെ വരുത്താൻ പറ്റും? ദൈവം എന്തുകൊണ്ടാണ് ഉടമ്പടി ചെയ്തിട്ടും നമ്മുടെ കൂടെ വരാത്തത്? 33:3 പുറപ്പാട് 33:3 തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുവിൻ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. എന്താ കാര്യം? വന്നാൽ നിങ്ങളുടെ ദുശാഠ്യം നിമിത്തം വഴിയിൽ വെച്ച് ഞാൻ നിങ്ങളെ നശിപ്പിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. എന്താ വരാത്തത്? ദുശാഠ്യം ഉണ്ടെങ്കിൽ വരത്തില്ല.
ഉടമ്പടി ചെയ്താലും ദുശ്ശാഠ്യം നിലനിൽക്കണമെങ്കിൽ വരത്തില്ല. ദുശ്ശാഠ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ താല്പര്യങ്ങളാണ് ദുശ്ശാഠ്യം. ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ ശാഠ്യങ്ങൾ. ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിന് നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കണം. ഓരോ കാര്യങ്ങളില്ല, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അത് ദൈവത്തിന് നിരക്കുന്നതാണോ? എന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിയാവോ? 5 സെൻറ്റ് സ്ഥലം മേടിക്കാൻ വേണ്ടി നീ ഉടമ്പടി വെച്ചു. 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി നീ ഉടമ്പടി വെച്ചു. അമ്മ നിനക്ക് ഉടമ്പടി തന്നു, ഉടമ്പടി ആ സ്ഥലം മേടിക്കാൻ തന്നു. അപ്പോഴൊരു മണ്ണുകാരൻ വന്ന് ചോദിച്ചു, ഭയങ്കര മണ്ണാണല്ല നിങ്ങളുടെ പറമ്പ്, ഇത്തിരി ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഈ മണ്ണ് എൻ്റെ ഇത് വിറ്റ JCB നിർത്തി ഈ മണ്ണ് വിൽക്കുകയാണെങ്കിൽ അത് കോരി വണ്ടിയിലിട്ട് ടിപ്പറിൽ കൊടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വീട് വെക്കാനുള്ള കാശ് കിട്ടും. ഇപ്പോൾ ഞങ്ങളുടെ തേക്കാടിച്ചതിലൊക്കെ മണ്ണിന് ഭയങ്കര വിലയാണ്. പള്ളിക്ക് തന്നെ കുറേ വാടക കിടക്കുന്ന മണ്ണുണ്ട്, കൊടുക്കാതില്ല ഇപ്പോഴൊന്നും. പള്ളിക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് കൊടുക്കണില്ല. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ JCBക്കാരന് മണ്ണ് നമ്മുടെ പറമ്പ് വിൽക്കണതിന് വല്ല അനുവാദം വേണം? പോലീസിൻ്റെ അനുവാദം വേണം, ജിയോളജിയുടെ അനുവാദം വേണം? അതല്ല, നമ്മുടെ ഒരു മുതൽ വിൽക്കണമെങ്കിൽ ആരുടെയെങ്കിലും കൺസെൻ്റ് ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ മുതൽ നമുക്ക് വിൽക്കാമല്ലോ, അല്ലേ? പക്ഷെ നമ്മൾ വിൽക്കണം എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ 5 സെൻറ്റാണ് വിൽക്കണത്, അതിന് മണ്ണ് തുരന്ന് നമ്മളൊരു 10-30 ടിപ്പറെ കയറ്റി വിടുകയാണ്. അപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? അടുത്തുള്ള വീട്ടുകാരൻ്റെ നമ്മൾ കുഴിയെടുത്തില്ലേ, കുഴിയെടുത്തപ്പോഴുണ്ട് അടുത്തുള്ള വീട്ടുകാരൻ്റെ സ്ഥലം പൊങ്ങിയത് നമ്മുടെ താഴ്ന്നതായില്ലേ. അപ്പോൾ ആ മണ്ണെല്ലാം ഇങ്ങോട്ട് ഇടിഞ്ഞ് നിൽക്കുകയും ചെയ്യും, അവൻ്റെ വീടിന് പൊട്ടൽ വീഴുകയും ചെയ്യും. അപ്പോൾ ദുഷ്ടബുദ്ധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു 10 ലോഡ് മണ്ണ് അവിടെ ഇട്ടിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ. എന്താ കാര്യം? 10 ലോഡ് എടുത്ത് മാറ്റിയാൽ മറ്റേ വീട് ചെരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില പിശുക്കന്മാർ 10 ലോഡ് മണ്ണ് പോയിട്ട് 10 കൊട്ട കൊടുക്കത്തില്ല. ഏത് ഉടമ്പടി എടുത്താലും അവിടെയാണ് പിടുത്തം വീഴുന്നത്. ഏത് ഉടമ്പടി എടുത്താലും ശരി, 10 ലോഡ് മണ്ണ് പോയിട്ട് ഞാൻ എൻ്റെ പറമ്പില്ല, നിയമപരമായിട്ട് കുഴപ്പമില്ല, നിയമമല്ലല്ല പ്രശ്നം, നിയമത്തെക്കാൾ വലുതാണ് സ്നേഹമെന്ന് പറയണത്. നിയമത്തെക്കാൾ വലുതാണ് സ്നേഹം. ഇപ്പോഴും നമ്മൾ സ്നേഹത്തെക്കാൾ വലുതൊരു സംഭവമുണ്ട്. എന്താണ്? കരുണ. ഉടമ്പടിയിൽ എന്താണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണല്ലേ. ദൈവത്തിൻ്റെ സാന്നിധ്യം വേണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് പോയാൽ പറ്റത്തില്ല, സ്നേഹപരമായിട്ട് പോയാൽ പറ്റത്തില്ല, പിന്നെ എന്താണ്? കരുണപരമായിട്ട് പോകേണ്ടി വരും. ഇത് പഠിക്കാനാണ് വിളിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ സമയമെടുക്കും. ഇതൊക്കെ പഠിപ്പിച്ച് തരാൻ വേണ്ടിയാണ് എല്ലാ ആഴ്ചയിലും വിളിപ്പിക്കണം, 1 മാസം 1 പ്രാവശ്യം വെച്ച്. ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? ദുഷ്ടവൃത്യാന്ന് കൊണ്ട് പാറാവിലിടും. പാറാവിൻ്റെ കഥ പറയണില്ലേ കർത്താവ്, അല്ലേ? ഒരുത്തന് ഒരു ഉത്തമ പറഞ്ഞ കടക്കാരുണ്ടായിരുന്നു. ആ കടക്കാരൻ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ കടങ്ങളെല്ലാം വീട്ടുക, ഭാര്യനെയും മക്കളെയും വിറ്റ് വീട്ടാൻ പറയും. അപ്പോൾ അയാൾ യജമാൻ്റെ കാലെ കെട്ടി വീണിട്ട് എന്താ പറയണത്? എന്ത് പറയും? എനിക്കിത്തിരി സാവകാശം തരണമേ, ഞാനെല്ലാം തന്ന് വീട്ടിക്കൊള്ളാം. ഉടനെ സാവകാശം കൊടുത്തു. പക്ഷെ അവന് സാവകാശം കിട്ടിയവനെന്ത് ചെയ്തു? അവൻ പുറത്ത് പോയി അവന് 100 ദനാറ, താലന്താണിത്. മറ്റത് വിൽക്കാനുള്ള താലന്താണ്, 1000 രൂപയാണത്. കാരണം താലന്ത് പൊന്നാണയവാ, ദനാറ വെള്ളി നാണയവാ, വ്യത്യാസമുണ്ട്. ആ 100 ദനാറ കൊടുക്കാനുള്ളവനെ കണ്ടപ്പോൾ അവനെ കടുത്ത് പിടിച്ച് കണ്ടുവച്ചാൽ പറഞ്ഞു, കടം തന്നു വിടറാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, പട്ടാങ്ങി പറഞ്ഞു, ഞാനെല്ലാം തന്നു വിട്ടിട്ട് കൊള്ളാം, എനിക്ക് സാവകാശം തരുന്ന. ഇവൻ സാവകാശം കൊടുത്തില്ല, അവനെ പിടിച്ച് പാറാവിലിട്ട്. അപ്പം കണ്ട സഹഭൃത്യന്മാർ, ഈ കാഴ്ച കണ്ട സഹഭൃത്യന്മാർ യജമാനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നമ്മളവന് താലന്ത് കണക്കിന് സ്വർണ്ണ പവൻ കണക്കിന് അവന് കരുണ കൊടുത്തില്ലേ, പക്ഷേ അവൻ
അതിൻ്റെ കീഴ്ക്കടക്കാരനോട് വെള്ളി മാത്രം കടമുണ്ടായിരുന്നവനോട് കരുണ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വിളിച്ച്, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും, അതുകൊണ്ട് കടമുഴുവൻ തന്നു വിട്ടപ്പോൾ അവന് പാറാവിലടച്ചു. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അയാൾക്ക് അനുഗ്രഹം കിട്ടിയ ആളല്ലേ അല്ലേ? പക്ഷെ അയാൾക്ക് അനുഭവിക്കാൻ യോഗ്യതയില്ല. എന്തുകൊണ്ടാണ്? കയ്യിലിരിപ്പ് കുഴപ്പമാണ്. ഉടമ്പടിയിലും അങ്ങനെ സംഭവിക്കും. അനുഗ്രഹം കിട്ടും, പക്ഷെ അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. അനുഗ്രഹം കിട്ടും, പക്ഷേ അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. എന്താ കാരണം? കർത്താവ് കരുണ കാണിച്ചതുപോലെ കർത്താവ് തിരിച്ചു ചോദിക്കും, നീയും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ അങ്ങയുടെ തനി സാന്നിധ്യം ഞാൻ അനുഭവിക്കുമ്പോൾ അങ്ങയോട് ചെയ്ത വാഗ്ദാന പ്രകാരം ജീവിത വിശുദ്ധി പാലിക്കുവാൻ എന്നോട് ബന്ധപ്പെട്ട എല്ലാവരോടും നിയമത്തെക്കാൾ ഉപരി സ്നേഹത്തെക്കാൾ ഉപരി സഹിക്കുന്ന സ്നേഹമായ, കൊടുക്കുന്ന സ്നേഹമായ കരുണ കാണിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ദുശാഠ്യങ്ങൾ, കരുണയില്ലാത്ത അവസ്ഥകൾ ദൈവവചനത്തിനോട്, ദൈവ ഇഷ്ടത്തോടെ മർദ്ദലിച്ച് നിൽക്കുന്നതാണ് ദുശാഠ്യം. ഇപ്പോൾ നീ ഒരു അഫെയറിലാണ്, ഒരു പ്രണയം. പക്ഷെ നിനക്ക് ഈ പ്രണയത്തിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, നിനക്ക് അവനെ ഈശ്വര വിശ്വാസം വളർത്താൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നീ ദുശാഠ്യം കാണിക്കരുത്. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം എന്താ? നിനക്ക് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിത്യരക്ഷ എന്ന് പറഞ്ഞ വലിയ നിത്യവാഗ്ദാനം കിട്ടിയിട്ട് 10-70 കൊല്ലം ജീവിക്കാൻ പോകുന്ന ഒരാളുമായിട്ട് നിൻ്റെ ആത്മാവിനെ പണയപ്പെടുത്തി നിൻ്റെ മക്കളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നീ ഒരു തീരുമാനം എടുക്കാൻ പോണത്. അത് നിൻ്റെ ആത്മാവ് നിന്നെ ദുർമാതൃകയായിക്ക് മാറ്റും. മറ്റുള്ളവർക്ക് നീ ഉതപ്പാകും. നിൻ്റെ അനിയത്തിക്കോ ചേട്ടത്തിക്കോ നീ ഉതപ്പാകും. നിൻ്റെ കൂട്ടുകാർക്ക് നീ ഉതപ്പാകും. നിന്ന് ജനിക്കാതെ കുഞ്ഞിനെങ്കിൽ നിത്യരക്ഷ ലഭിക്കത്തില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങൾക്ക് നീ മാതാപിതാക്കന്മാരെ സോപ്പിടാം. അതുകൊണ്ട് കഥയൊന്നുമില്ല. ആരെങ്കിലും ലൈനെടുത്ത് കഴിഞ്ഞാൽ മാതാപിതാക്കന്മാർ പ്രസവിച്ച് വയറൊക്കെ വിടുത്ത് വരുമ്പോൾ കയറി പ്രസവിച്ചിട്ട് പൊടിയെന്ന് പറയും. അപ്പം മിണ്ടാത്തില്ലെങ്കിൽ അമ്മ പറയും. അപ്പോൾ അമ്മയുടെ അപ്പൻ്റെയൊക്കെ ഒരു മാനസികാവസ്ഥ നോക്കിയിട്ടല്ല നീ ജീവൻ വിലയിരുത്തുന്നത്. നിനക്ക് ദൈവത്തെക്കുറിച്ച് പേടിയില്ല, ദൈവത്തെ നിനക്ക് അറിയത്തില്ല. അപ്പനെ സോപ്പിടുക, അമ്മയെ പറഞ്ഞു നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കണത്. പക്ഷെ പറഞ്ഞു നിർത്താൻ പറ്റാത്ത വേറെ ഒരാളുണ്ടാവും. അയാളെ ഒരിക്കലും പറഞ്ഞു നിർത്താൻ പറ്റുകയില്ല. കാര്യം പറഞ്ഞു നിർത്താൻ പറ്റാത്തതിന് കാരണം അയാളെ പറഞ്ഞു നിർത്താൻ പറ്റാത്ത കൊണ്ടാണ് അയാൾ രക്തം ചിന്തി മരിച്ചത്. അവൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തപ്പെട്ട ആത്മാവാണ് നിൻ്റെത്. ആത്മാവിനെ പണയപ്പെടുത്തുന്ന പൈശാചികമായ തീരുമാനത്തിൽ നിന്ന് നക്കാപ്പിച്ചയുടെ കുറച്ച് കാലത്തെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നീ പിടിച്ചു നിൽക്കുകയാണെന്നെങ്കിൽ അത് ദുശാഠ്യമാണ്. ദ ഗോഡ് വിൽ കം വിത്ത് യു നെവർ. ഒരിക്കലും നിൻ്റെ കൂടെ വരത്തില്ല. നീ തീരുമാനിക്കണം. ദുശാഠ്യമുണ്ട്, തീരുമാനിക്കണം. കാര്യം എഴുതിയിട്ടുണ്ട്, അത് ദുശാഠ്യമുള്ളവരുടെ കൂടെ ഞാൻ തിരിച്ചു വരത്തില്ലെന്നും. ദൈവം വരത്തില്ലെന്ന് ഭൂമി വെച്ച് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിത്യത വരെ നിൻ്റെ കൂടെ വരത്തില്ലെന്നാണ്. കൈ എടുത്ത് കർത്താവ് കൂദാശയിൽ ജീവിക്കുന്ന ആൾക്കാരെ ഉടമ്പടി എടുക്കുമ്പോൾ അച്ഛൻ്റെ ഈ നോട്ടുകളെല്ലാം മനസ്സിൽ സൂക്ഷിക്കണം. കൂദാശയുടെ പുറത്തുള്ളവർക്ക് അത് ബാധകമല്ല. കൂദാശയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ജന്മകാലം മുഴുവൻ കൂദാശ എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ്? നിത്യത വരെ കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ. നമുക്ക് 70 കൊല്ലം കൊണ്ട് ജീവിച്ച മുതലായെങ്കിൽ കർത്താവിന് ഈ അവസ്ഥയിൽ ക്രൂശിക്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. നിത്യതയ്ക്ക് വേണ്ടിയാണ് അവൻ പാപത്തിന് പരിഹാരം ചെയ്തത്. എനിക്ക് പകരമാണ് അവൻ ശിക്ഷ വാങ്ങിച്ചതെങ്കിൽ എൻ്റെ ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നീ തന്നെ ഈ വീണ്ടും അവനെ വിട്ടുകൊണ്ട് വേറെ ശിക്ഷ സ്വയം ഏറ്റുമേടിക്കരുത്. ദുശാഠ്യം പലപ്പോഴും വരണത് ഇപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കും, ഒരു 3 മാസം കള്ളുകുടി അങ്ങ് നിർത്തിയേക്കാമെന്ന് പറയും.
ഉടമ്പടിയുടെ ഒരു ഘട്ടമാണ് 3 മാസം എന്ന് പറയണത്. ഉടമ്പടിക്ക് 4 ഘട്ടമാണുള്ളത്. അപ്പം 4 ഘട്ടം വരെ വേണമെങ്കിൽ മദ്യപാനമൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിക്കും. അപ്പം ചില ആൾക്കാർ നോൻപിന് 10-50 ദിവസം നോൻപെടുക്കത്തില്ലേ, എന്നിട്ട് നോൻപിന് കുടിക്കാനുള്ളതെല്ലാം അവർ നോൻപ് കഴിയുമ്പോൾ ഈസ്റ്ററിനെ കുടിച്ച് അവസാനിപ്പിക്കും. അപ്പം അങ്ങനെയുള്ള കള്ളക്രിസ്ത്യാനിക്കൊന്നും ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. കാര്യം ഉടമ്പടിയുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ പാലക്കാടത്ത് ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, അവരെന്നാ പറഞ്ഞത്? ഞാൻ കർത്താവിനോട് മരുമകൻ്റെ മദ്യപാനം ഒഴിവാക്കാൻ പറഞ്ഞില്ല, ഞാൻ കർത്താവിനോട് പറഞ്ഞത് സമാധാനം തരണമെന്നേ പറഞ്ഞുള്ളെന്ന് പറഞ്ഞു. അതാണ് അവരുടെ സാക്ഷ്യത്തിൻ്റെ മർമ്മം. ഞാൻ കർത്താവിനോട് സമാധാനമാണ് ചോദിച്ചത്, കർത്താവാണ് സമാധാനത്തിന് മാർഗങ്ങൾ ക്രമീകരിച്ചു തന്നതെന്ന്. അതുപോലെ നീ ചോദിക്കുന്ന കൂടുതൽ നൽകാൻ കഴിയും ദൈവത്തിന്. നീ ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ നൽകാൻ കഴിയുന്ന ദൈവത്തിനാണ് വചനം സ്തോത്രം ചെയ്യുന്നത്. അതുപോലെ നീ ദൈവതിരുസന്നിധിയിൽ സത്യസന്ധത കാണിച്ചാൽ നീ ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ ദൈവം നിനക്ക് തരും. പക്ഷെ നീ ദൈവം നിനക്ക് തരുമ്പോഴും നീ എപ്പോഴും ഓർക്കണം, ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണെങ്കിൽ ആ സാന്നിധ്യം നിത്യത വരെ ഉള്ളതാണെങ്കിലും നിത്യത വരെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഉറപ്പുവരുത്താൻ വേണ്ടി ജീവിതം നിത്യമായിട്ട് ക്രമീകരിക്കാൻ വേണ്ടി ശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ജീവിക്കുവാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ജീവിത ദുരിതങ്ങൾക്കും ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന സമയമാണ്. ഇത്രയും നേരം കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് പ്രോമിസാണ്. ആത്യന്തികമായ വാഗ്ദാനമെന്ന് പറയുന്നത് ബൈ പേഴ്സൺ പ്രസൻസ് ആണ്. ദൈവത്തിൻ്റെ നമ്മുടെ കൂടെയുള്ള തനി സാന്നിധ്യം. ഈ തനി സാന്നിധ്യം നിത്യത വരെയാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സാന്നിധ്യം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ദുശാഠ്യം കൊണ്ടാണെന്ന് പറഞ്ഞു. ഒത്തിരി പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചിട്ട കാര്യങ്ങളാണ്. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ദൈവം അത് ഉടമ്പടിയുടെ വിഷയമാക്കി മാറ്റണത്. ഒരു കാര്യം നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ സ്വാധീനം കൊണ്ടോ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് ദൈവം അതിനെ ഒരു എഗ്രിമെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് അതിൻ്റെ ഫ്രെയിമിൽ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഉടമ്പടി തുടങ്ങിയത്. 33:10 ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33:10 എങ്ങനെയാണ് ഉടമ്പടി തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. കാരണം അത് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന സഹോദരങ്ങൾ പുറപ്പാട് 34:10 അവിടെ നള്ളി ചെയ്തു. ഏറ്റു പറഞ്ഞ് അവിടെ നള്ളി ചെയ്തു. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. അതാണ് പുറപ്പാട് 34:10. ദൈവം ഉടമ്പടി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. അതാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്. കാര്യം നമ്മൾക്ക് അത്ഭുതങ്ങൾ എവിടെയാണ് വരേണ്ടത്? നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള
ദൈവിക പരിഹാര മാർഗമാണ് ഉടമ്പടി. അതാണ് പുറപ്പാട് 34:10. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. ഉടമ്പടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവ സംവിധാനത്തിൻ്റെ പേരാണ്. അത് എന്തുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്നുവെന്നാണ് അച്ഛനിലൂടെ വെളിപ്പെടുത്തിയത്. ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന കൊണ്ടാണ്. ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ആധ്യാത്മിക കാലാവസ്ഥ നിലനിർത്താനാണ് ദുശ്ശാഠ്യങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞത്. ദുശ്ശാഠ്യങ്ങളെന്ന് പറഞ്ഞാൽ ദൈവവചനങ്ങളിൽ നിന്നും ദൈവ പദ്ധതികളിൽ നിന്നും മാറാൻ വേണ്ടി തീരുമാനം എടുക്കാതിരിക്കുക. ശാഠ്യങ്ങൾ നല്ലതാ, പക്ഷേ ബൈബിള് ദുശാഠ്യങ്ങളെന്ന് പറയണത് മോശമായ ശാഠ്യങ്ങളെയാണ് ദുശാഠ്യങ്ങളെന്ന് പറയണത്. ആത്മശോധന ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നതാണ് ദുശാഠ്യങ്ങൾ. അത് മദ്യപാനമായാലും നമ്മൾ അന്യർക്ക് കൊടുക്കാനുള്ള പണമായാലും ചില ആൾക്കാരെ കൊടുക്കാനുള്ളതാണെങ്കിലും കിട്ടിയാലും നിങ്ങൾ കൊടുക്കാത്തവരുണ്ട്. ചിലപ്പോൾ കൂടപ്പിറപ്പുമാർക്ക് ആർക്കും കൊടുക്കാനുണ്ടാകണത്. തന്തയ്ക്ക് വിളിക്കുന്നവർക്കും തെറി പറയുന്നവർക്കൊക്കെ നിങ്ങൾ പേടിച്ച് കൊടുക്കും. കണ്ണീരിടുന്നവർക്ക് നിങ്ങൾ കൊടുക്കത്തില്ല, അവരെ വിരട്ടുകയുള്ളൂ. ചിലപ്പോൾ പെങ്ങളായിരിക്കും, ചിലപ്പോൾ അവരുടെ വായ്പ വാങ്ങിച്ചതായിരിക്കും, ചിലപ്പോൾ അവരുടെ മക്കൾ എവിടെയെങ്കിലും അഡ്മിഷന് വേണ്ടി ആങ്ങളയോട് പഴയ കാശ് ചോദിച്ചതായിരിക്കും. നിങ്ങളവരെ പറ്റിക്കും. പെങ്ങളായാലും നാട്ടുകാരായാലും ദൈവം ആരോട് ചെയ്തു എന്നേക്കാളുപരി എന്ത് ചെയ്തു എന്നാണ് നോക്കണത്. എന്താണ് നീ ചെയ്തതെന്നല്ലേ ചോദിച്ചത്. കായനോട് ചോദിച്ചപ്പോൾ എന്താണ് നീ ചെയ്തതെന്നാണ് ചോദിച്ചത്. കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ഉടമ്പടി ആത്യന്തികമായ അനുഗ്രഹം പ്രാപിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രാപിക്കാൻ, നിൻ്റെ ഇൻ്റർവ്യൂവിന്, നിൻ്റെ ടെസ്റ്റിന്, നിൻ്റെ നൈപുണ്യ പരീക്ഷയ്ക്ക്, രജിസ്റ്റർ കച്ചേരിയിൽ, കോടതിയിലെല്ലാം വരികയല്ലേ അമ്മ, ബൈ പേഴ്സൺ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വ്യക്തിപരമായ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ദൈവവചനപ്രകാരം അഹങ്കാരം അവസാനിപ്പിച്ച് എളിമയോടെ വ്യാപരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് 10-20 വർഷങ്ങളായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത ചേച്ചിമാരൊക്കെ ആരാധനയ്ക്ക് കിട്ടിയ സന്ദേശം കൊണ്ട് കർത്താവ് ആ സമയത്ത് സുഖപ്പെടുത്തിയത് നിങ്ങൾ കേട്ടു. നിങ്ങളെയും അതുപോലെ ഈശോ സുഖപ്പെടുത്തുന്ന സമയമാണ്. ഇപ്പോഴും മൂക്കിൽ നിന്ന് എപ്പോഴും ചൊറിഞ്ഞ വെള്ളം വരും, ചൊറിയണ വെള്ളം വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇടത് മൂക്കിൻ്റെ ദൂരത്തു നിന്ന് ചൊറിയണ വെള്ളം വരും. ചില സമയത്ത് വലത് മൂക്കിൽ നിന്നും തുള്ളി കുത്തിയത് വരും. തലക്കൊണ്ടാകുന്ന കേടായാലും ഈശോ ആ വ്യക്തിയെ ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ചൂട് ഹല്ലേലൂയ. സുഖപ്പെടുത്തുന്ന ദൈവമേ, ഞങ്ങളുടെ വേദനകളെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് നൽകുന്ന ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ് മുതൽ ഉള്ളംകാല് വരെയുള്ള ഓരോ രോഗങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഇപ്പം നമ്മുടെ ഈശോയ്ക്ക് ഏൽപ്പിക്കുക.
സാക്ഷ്യം പറയാൻ സഹായിക്കണമേ എന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരത്താൽ കിഡ്നി രോഗികളെ സ്പർശിക്കണമേ. അങ്ങനെ ആണിപ്പെടുതാർന്ന അത്ഭുതകരത്താൽ ഹൃദയ രോഗികളെ സ്പർശിക്കണമേ. കരൾ രോഗികളെ സ്പർശിക്കണമേ. അതിശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. എല്ലാ കിഡ്നി രോഗികളെയും സ്പർശിച്ച് പ്രാർത്ഥിച്ച് രോഗികളെയും സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. എല്ലാ കിഡ്നി രോഗികളെയും കർത്താവെ അങ്ങ് സ്പർശിച്ച് സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. എല്ലാ രോഗികളെയും, എല്ലാ ലിവർ രോഗികളെയും കർത്താവെ ഈ സ്പർശിച്ച് സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. ഇരുമുറിവിലാപ്പെടട്ടെ, ഇരുമുറിവിലാൽ സുഖപ്പെടട്ടെ. വിശുദ്ധ സെബസ്ത്യാനോസിനോട് നേർച്ച നേർന്നിട്ടുള്ള ചില രോഗികളുണ്ട്. അവർ കർത്താവ് ഈ സമയത്ത് സൗഖ്യപ്പെടുന്നതായിട്ട് ആന്തരികമായ ബോധ്യം കിട്ടിയിട്ടുണ്ട്. കൂടാതെ വാരിപ്പറ്റ്, ബാക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പുറകിലുള്ള വാരിപ്പറ്റുകളിലെ അസ്ഥികൾക്ക് ബലക്ഷയം, അത് പൊട്ടിപ്പോകുമോ, ദ്രവിച്ചു പോകുമോ, ഉറഞ്ഞിരിക്കുകയാണോ എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥകൾ. ചില സമയത്ത് വായിൽ നിന്ന് ബാഡ് സ്മെല്ല് വരും. അപ്പോൾ അതും പതിരയുമായിട്ട് കുറേ ബന്ധമുള്ളതാണ്. പൊട്ടയായുള്ള പതിരകൾ, അതാണ് വായിൽ നിന്ന് ബാഡ് സ്മെല്ല് വരണത്. സാധാരണ ബാഡ് സ്മെല്ല് വരണത് വയറിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അതല്ല, ഇത് പതിരയ്ക്ക് കുഴപ്പങ്ങളുള്ള കാരണം അങ്ങനെ ബാഡ് സ്മെല്ല് വരുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഇത് കൂടാതെ അസ്ഥികളിലെ മാന്തി കഴിയുമ്പോൾ ചുമ്മാ ഇങ്ങനെ ചുവന്നുകൊണ്ട് വരും. നടു വിട്ടിരിക്കണ പോലെ തോന്നും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ തലയിൽ മിന്നിപ്പിടിക്കും, കണ്ണിൽ നിന്ന് പൂവിച്ച പോണവർ തോന്നും. വലത് കൈകൊണ്ട് അവർ ഒരത്തെ പിടിച്ചുകൊണ്ട് താങ്ങി നിൽക്കാൻ പറ്റത്തുള്ളൂ. ആ വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിന്റെ ബലഹീനതകള്, ബലക്കുറവുകള്, രോഗാവസ്ഥകള്, ആന്തരിക അവയവങ്ങളുടെ ബലഹീനതകള്, രോഗങ്ങള് എല്ലാം നീ വെളിപ്പെടുത്തിക്കൊണ്ട് സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കട്ടെ. ഹല്ലേലൂയ. സൗഖ്യദായകനായ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടും. വലിയ സന്തോഷത്തോടെ കൈകളടിച്ച് മാറട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വാദരോഗികളെ, വെരിക്കോസിന്റെ അസുഖമുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ. വിസർപ്പ രോഗികളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഈശോയെ, ആന്തരിക അവയവങ്ങൾക്ക് ക്യാൻസർ ഉള്ളവര്, രക്തസ്രാവക്കാര്, സിസ്റ്റുള്ളവര്, മുഴകളുള്ളവര് യേശുനാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. മുഴുവൻ രോഗങ്ങൾക്കും സൗഖ്യം നൽകുന്ന ദൈവമേ, കർത്താവേ, നിന്നെ ആരാധിക്കുന്നു കർത്താവേ. മക്കളെ, തളർന്ന കൈകള്, അതായത് തളർന്ന്, അത് പ്രത്യേകിച്ച് ഈ വലത് കൈ
കൈയുടെ ചട്ടത്തിൻ്റെ മണി തൊട്ട് താഴേക്കുള്ള തളർന്ന കൈകൾ. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഉയർത്താനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹൃദയത്തിന് ശ്വാസം മുട്ടും. കൈ ഉയർത്താൻ നോക്കിയാൽ, കൈ നേരെയാക്കാൻ നോക്കിയാൽ എന്തോ ഒരു പിടുത്തം ഹൃദയത്തിൽ തോന്നും. ആ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഓരോ മക്കളുടെയും രോഗങ്ങൾ അറിഞ്ഞുകൊണ്ട് സൗഖ്യം വെളിപ്പെടുത്തുന്ന ദൈവമേ, അങ്ങേക്ക് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില ചുട്ട സാധനങ്ങൾ കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ പറയാറില്ല. ഇതൊരു റെയർ കേസാണ്. ഒരു പക്ഷേ 10,000 പേർക്ക് വരുന്ന രോഗങ്ങളായിരിക്കാം. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യദായകനായ യേശുവേ, അനുഗ്രഹിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കല്യാണം തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വസ്തു വിൽപ്പനയുള്ളവരെ, വീടില്ലാത്തവരെ, പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷ എഴുതുന്നവരെ, SSLC എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന മക്കൾ, എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് ജോലി ഇല്ലാത്തവരെ, ഇൻ്റർവ്യൂ ടെസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കർത്താവേ, 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 കർത്താവേ സ്പർശിക്കണം. കർത്താവേ, മക്കളില്ലാത്തവരെ സ്പർശിക്കണം. കർത്താവേ, മക്കളില്ലാത്തവരെ സ്പർശിക്കണം. കർത്താവേ, തടസ്സങ്ങൾ, പോലീസ് വഴക്കുകൾ, പോലീസ് കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, കർത്താവേ, കോടതി കേസുകൾ, യാത്രകൾ, ഇൻ്റർവ്യൂ ടെസ്റ്റ്, റീവാലുവേഷൻ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യത പരീക്ഷകൾ, സാമ്പത്തിക കടങ്ങൾ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യത പരീക്ഷകൾ, IELTS പോലെയുള്ള യോഗ്യത പരീക്ഷകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റിന്, അതുപോലെ തന്നെ റീവാലുവേഷന് കൊടുത്തിട്ടുള്ളവർ, കോടതി കേസുകൾ, തർക്കങ്ങൾ, ഭാഗോടമ്പടി നടക്കാത്തവർ, അകലങ്ങളിലേക്കും വിദൂരങ്ങളിലേക്കും അന്യരാജ്യങ്ങളിലേക്കും ജോലിക്ക് യാത്ര നിശ്ചയിച്ചിരിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള പേപ്പർ, വിസ പ്രോസസ്സിങ്, എംബസി, എമിഗ്രേഷൻ, PR, അതിനോട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി സ്തുതിയുടെ. ഹല്ലേലൂയ, കർത്താവിൻ്റെ ശക്തിയുടെ, കർത്താവിൻ്റെ ശക്തിയുടെ പരിശുദ്ധയുടെ മധ്യസ്ഥത്താൽ നിറയട്ടെ. നിത്യവരുമാനം നഷ്ടപ്പെട്ടവരെ, കുടുംബത്തിലെ വരുമാന മാർഗമുള്ളവരെ കുടുംബത്തിൽ നിന്ന് അകന്നു പോവുകയോ, സ്ഥിരമായി സഹായിച്ചുകൊണ്ടിരുന്നവരെ ഇപ്പോൾ സഹായിക്കാതെ ഇരിക്കുകയോ ചെയ്യുന്നവരെ, വല്ല പാരയും സൂചിയൊക്കെ നാട്ടുകാരെ വട്ടം ചവിട്ടിയിട്ട് വീട്ടുകാർ വേറെ രീതിയിൽ വെച്ചിട്ട് നമ്മുടെ വരുമാന മാർഗം മുട്ടിപ്പോകുമ്പോൾ മുട്ടിച്ച് കളഞ്ഞവരോട് നീ വൈരാഗ്യം തോന്നരുത്. ദൈവം മുട്ടിക്കാതെ ആർക്കും നമ്മളെ മുട്ടിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി. അല്ല, അവരങ്ങനെ യക്ഷണപ്പെടുത്തിയതാണ് നമുക്ക് പൈസ തരാത്തതെന്നും പറയണ്ട. എല്ലാവരെയും ക്ഷമിക്കാൻ പറഞ്ഞിരിക്കുക. കാര്യം ദൈവത്തെ മാത്രം ആശ്രയിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ദൈവം മുട്ടിക്കുമ്പോൾ മാത്രമേ നമ്മൾ മുട്ടിപ്പോകത്തുള്ളൂ. നാട്ടുകാരെ മുട്ടിച്ചാൽ മുട്ടിപ്പോകത്തില്ല. കർത്താവിൻ്റെ രക്ഷത്തോടെ വരുമാന മാർഗങ്ങൾ, പുതിയ ചിലവുകൾ വന്നപ്പോൾ പുതിയ വരുമാന മാർഗങ്ങളില്ലാതെ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയിരുന്നെങ്കിലെന്ന് ചിന്തിക്കുന്നവർ, കടയായാലും ശരി, ജോലി ആയാലും ശരി, വീടിനടുത്ത് ജോലി കിട്ടിയാൽ മാത്രമേ ചിലർക്ക് കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ആ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മറ്റകലങ്ങളിൽ ജോലി ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഏറ്റവും വീടിൻ്റെ അടുത്ത് തന്നെ ജോലി കിട്ടണം, കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണം. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും വ്യാപാരങ്ങളോ വ്യവസായങ്ങളോ ഏജൻസികളോ മറ്റു വരുമാന മാർഗ്ഗങ്ങൾ, സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കാനും വരുമാന മാർഗ്ഗം കൂടാൻ വേണ്ടി ശക്തമായ സ്തുതിയുടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ അവിടുത്തെ കരുണ ചൊരിയണമേ കർത്താവേ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഡേറ്റുകൾ ഇട്ടിരിക്കുന്നവർ കൃപാസനത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്നാണ് സമയത്തിന് മേലുള്ള അമ്മയുടെ അധികാരം. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മ എല്ലാ പ്രാർത്ഥനകളും സമയത്തിന് വലിയ പ്രാധാന്യമാണ്. അമ്മ ഒരു സമയം നിശ്ചയിച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിൻ്റെ ജോലി സമയം നിൻ്റെ തീയതികളെല്ലാം നീ മനസ്സിൽ കോർക്കുക. നിനക്ക് സങ്കടപ്പെടുന്ന തീയതികളുണ്ടാകാം,
സന്തോഷിപ്പിക്കുന്ന തീയതികളുണ്ടാകാം. പൈസ ഇങ്ങോട്ട് കിട്ടാനുള്ളതാണെങ്കിൽ സന്തോഷിപ്പിക്കുന്ന തീയതിയാണ്. ജോലിക്ക് ഹാജരാകാനുള്ളതാണെങ്കിൽ സന്തോഷിപ്പിക്കുന്ന തീയതിയാണ്. കോടതി ഹാജരാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുത്തുന്ന തീയതിയാണ്. പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറയുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടുത്തുന്ന തീയതിയാണ്. കാശാറിന് കൊടുക്കാനുണ്ടെങ്കിൽ അത് സങ്കടപ്പെടുന്ന തീയതിയാണ്. ദൈവവേദനെ സങ്കടപ്പെടുന്ന തീയതികളെ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. ദൈവവേദനെ സന്തോഷിപ്പിക്കുന്ന തീയതികളെ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. അതിശക്തമായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ബാധ്യതകളുടെ മേൽ കർത്താവേ അവിടുത്തെ കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ കടബാധ്യതകളുടെ മേൽ കർത്താവേ അവിടുത്തെ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ തൊഴിൽ മേഖലയുടെ മേൽ അവിടുന്ന് കരുണ ചെയ്യണമേ. കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നേർച്ച ബസ് എടുത്ത് പിടിക്കുക. ആശീർവാദത്തിൻ്റെ സമയമാണ്. നേർച്ച ബസ്സുകൾ എടുക്കുക. ഏറ്റവും വലിയ നേർച്ച ബസ് കർത്താവേ, ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചകളുടെ മേൽ ഞങ്ങൾ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി. കർത്താവേ, ഞങ്ങളുടെ ജീവിത വിഷയങ്ങളുടെ മേൽ കർത്താവേ ഞങ്ങൾ അനുഗ്രഹിച്ചു. എല്ലാ വിഷമതകളും ഞങ്ങൾ അനുഗ്രഹിച്ച ദൈവമേ സ്തോത്രം കർത്താവേ. യേശുവേ 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 സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ